ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മുടെ 7ാമത്തെ നോമ്പായിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറവിക്കുള്ള ഇന്ന് നമുക്ക് ബിരിയാണിയാണ് കേട്ടോ തുറക്കുമ്പം. പിന്നെ എന്താ പറയുക, കുറേ ദിവസമായിട്ട് ബിരിയാണിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ബിരിയാണി ആക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കോഴിയൊക്കെ കൊണ്ടുവന്ന് കോഴി ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതൊക്കെ മെന്നെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്നാക്കായിട്ടുള്ളത് ഇത് ബെന്നെ വെച്ചിട്ട് ചെയ്തത് കേട്ടോ. ബെന്നെ രണ്ടാക്കിയിട്ട് മുറിച്ചിട്ട് അതിൽ കിഴങ്ങ് വേവിച്ചിട്ട് ഉപ്പും മുളകും പൊടി ഇട്ടോ, ഉപ്പും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കുഴച്ചിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് കുഴച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ കുറച്ച് എണ്ണക്ക് കുറച്ച് ചിലവുണ്ട്. അതങ്ങനെ ബെന്നായതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ പൊരിച്ചെടുത്തപ്പോൾ. പിന്നെ നമ്മൾ സാധാരണക്കാര വെള്ളം, ബത്തക്ക വെള്ളം, അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ബത്തക്കയാണ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് അടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തുറക്കണ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ ഇന്നും ബത്തക്ക തന്നെയാണ് ചെയ്തു കേട്ടോ ജ്യൂസ്. പിന്നെ ഫ്രൂട്ട്സ് വേറെ ഒന്നുമില്ല, ബത്തക്ക ഉണ്ടെന്നുള്ളൂ. പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് കട്ടൻ ചായയാണ്. ഇത് നമുക്ക് മസ്റ്റാണ്. കട്ടൻ ചായ അല്ലെങ്കിൽ അന്ന് എന്തോ ഭക്ഷണം കഴിക്കാത്ത പോലെയാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇത് തൈരാണ് കേട്ടോ. അത് മോള് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് ഇന്നലെ ഉണ്ടാക്കിയ മാങ്ങാച്ചാറുണ്ട്, സോസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ട് കേട്ടോ. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തേത്. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇത് നമ്മളെ ലുലു മോളാണ് കേട്ടോ. അപ്പോൾ വിരുന്ന് വന്നതാണ്, ഏട്ടത്തിൻ്റെ മോളാണ്. അപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് നാളെ കാണാം.